ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രൈം മിനിസ്റ്റർ കെ സ്റ്റാമർ പറഞ്ഞേക്കുന്നത് ഇമിഗ്രേഷൻ സിസ്റ്റത്തിന്റെ എല്ലാ സൈഡും ടൈറ്റൻ അപ്പ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനാണ് ഇത് വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തെങ്കിൽ നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന മെയിൻ പോയിന്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ഓഫ് കെയർ വർക്കേഴ്സ് ഫ്രം എബ്രോഡ് ടു എൻഡ് എന്നുള്ളതാണ്. അപ്പം പുറത്തുനിന്നുള്ള റിക്രൂട്ട്മെന്റ് തീർച്ചയായിട്ടും മുഴുവനായിട്ട് നിർത്താനുള്ള പരിപാടിയാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ കാര്യം എംപ്ലോയേഴ്സ് മസ്റ്റ് ഫസ്റ്റ് സ്പോൺസർ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ ആദ്യം സ്പോൺസർ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിനെ ഇവിടെ ഓൾറെഡി ഉള്ള ഇൻഡിവിജ്വലിനെ ഹയർ ചെയ്യണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ എ വർക്ക് വിസ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജോബ് ഇറ്റ് സെൽഫിന് നമുക്ക് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ വേണോ എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി വന്നിട്ടില്ല. അതുപോലെ നാലാമത്തെ ഒരു കാര്യം പറയുന്നത് ഹൈ ഇംഗ്ലീഷ് പ്രൊഫഷൻസി റിക്വയർമെന്റ്സ് ആണ്, അത് ഡിപ്പെൻഡൻസിനും വേണ്ടി വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈനിന്റെ കാര്യത്തിൽ നമ്മൾ കേട്ടായിരുന്നു 5 കൊല്ലം എന്നുള്ളത് 10 കൊല്ലം ആക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിനകത്ത് ഒരു എക്സംഷൻ പറഞ്ഞാൽ ഒരു പാർഷ്യൽ എക്സംഷൻ ഉണ്ടാവും. എങ്ങനെയുള്ള ആൾക്കാർക്കാണ് നോക്കുകയാണെങ്കിൽ ഒരുപാട് രാജ്യത്തിന് വേണ്ടി പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പാർഷ്യൽ എക്സംഷൻ ഉണ്ടാവാന്ന് പറഞ്ഞിട്ട് അതിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എന്ന് തൊട്ട് വന്നവർക്കാണ് ഇത് ആപ്ലിക്കബിൾ എന്നുള്ള കാര്യത്തിലും വേറെ ക്ലാരിറ്റി വന്നിട്ടില്ല. ഇതുപോലെ വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ നമുക്കറിയാം വർക്ക് വിസയുടെ കാര്യത്തിലും സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിലും അതേപോലെ ഫാമിലി വിസയുടെ കാര്യത്തിലൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. നമുക്ക് ഉടനെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കഴിയുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വൈറ്റ് പേപ്പറിൽ വന്നേക്കുന്നത് കേട്ടോ.